ലൂക്കോസിന്റെ സുവിശേഷത്തിന് തുടർച്ചയായി ലൂക്കോസ് എന്ന വ്യക്തി എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തെപ്പറ്റിയാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം ആരംഭിക്കുന്നത് യേശു തന്റെ രാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം പ്രചരിപ്പിക്കാൻ തന്റെ അനുയായികളോട് പറയുന്ന വാക്കുകളോടെയാണ്. അവർ യെരൂശലേമിൽ ആരംഭിക്കും, തുടർന്ന് അയൽ ദേശങ്ങളിലേക്ക് പോകും, അവിടെ നിന്ന് ഭൂമിയുടെ അറ്റങ്ങളിലേക്ക്. ഇപ്പോൾ യെരൂശലേമിൽ അവരുടെ സന്ദേശം പലരും സ്വീകരിച്ചു, പലരും അതിനെ എതിർക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ആലയത്തിലെ നേതാക്കന്മാർ. ഇസ്രായേലിന്റെ സമ്പൂർണത, യേശുവിന്റെ ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവയാൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന ഈ പുതിയ അവകാശവാദം അവർക്ക് അപമാനമായി തോന്നി. ഈ നേതാക്കളിൽ ഒരുവൻ തർസോസിലെ ശൗൽ എന്നു പേരുള്ള ഒരു വ്യക്തിയായിരുന്നു. അയാൾ ഈ പ്രസ്ഥാനത്തെ തടയാൻ അശ്രാന്തമായി പ്രവർത്തിച്ചു. അതായത് താൻ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടുമുട്ടുന്നതുവരെ. മാത്രമല്ല, ഈ കണ്ടുമുട്ടൽ ശൗലിനെ യേശുവിന്റെ ശത്രു എന്നതിൽ നിന്ന് അവന്റെ രാജ്യത്തിന്റെ ഒരു പ്രതിനിധിയാക്കി മാറ്റി. അങ്ങനെ വർഷങ്ങളോളം റോമാ സാമ്രാജ്യത്തിലുടനീളം പൗലോസ് എന്ന തന്റെ റോമൻ നാമത്തിൽ സഞ്ചരിച്ചുകൊണ്ട് യേശു സമൂഹങ്ങളെ സ്ഥാപിച്ചു. പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് ഈ വൈവിധ്യമാർന്ന സമൂഹങ്ങളൊന്നാകെ യഹൂദനെന്നോ യഹൂദേതരനെന്നോ പുരുഷനോ സ്ത്രീയോ എന്നോ അടിമയോ സ്വതന്ത്രനോ എന്നോ വ്യത്യാസങ്ങളില്ലാതെ ഒരു ഏകീകൃത ജനതയായി തങ്ങളെ തന്നെ കാണണമെന്നതായിരുന്നു. തന്റെ ഭരണത്തിന് കീഴിൽ ഒരുമിച്ച് ജീവിക്കുന്ന തുല്യരായവരുടെ ഒരു കൂട്ടുകുടുംബത്തെയാണ് യേശു സൃഷ്ടിക്കുന്നത്. അങ്ങനെ ഇവിടെ നാം അപ്പോസ്തല പ്രവൃത്തികളുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ പ്രസ്ഥാനം ആരംഭിച്ചതായ യെരൂശലേമിൽ യേശുവിന്റെ യഹൂദരായ അനുയായികൾക്ക് വരൾച്ചയും ഭക്ഷ്യക്ഷാമവും നേരിട്ടു. സഭകളുടെ ഐക്യത്തെക്കുറിച്ച് പൗലോസിനുണ്ടായിരുന്ന അതിയായ താൽപര്യ നിമിത്തം അദ്ദേഹം താൻ തുടങ്ങിവെച്ച വിവിധ സഭകൾക്കിടയിൽ ഒരു വലിയ ധനസമാഹരണ പദ്ധതി ആരംഭിച്ചു. അവർ ഒരുമിച്ച് ശേഖരിക്കുന്ന പണം അവനും ഒരു കൂട്ടം പ്രതിനിധികളും ചേർന്ന് യെരൂശലേമിലേക്ക് ഒരു ദുരിതാശ്വാസ സഹായമായി കൊണ്ടുപോകുവാൻ സാധിക്കും. പക്ഷേ യെരൂശലേമിൽ പൗലോസ് സുരക്ഷിതനല്ല. അവിടുത്തെ യഹൂദ നേതാക്കൾ അദ്ദേഹത്തെ അത്രമാത്രം വെറുത്തിരുന്നതുകൊണ്ട് അവന്റെ മരണം അവർ ആഗ്രഹിച്ചു. താൻ ഒരു കെണിയിലേക്കാണ് പോകുന്നതെന്ന് പൗലോസിന് അറിയാമായിരുന്നു. അവന്റെ സുഹൃത്തുക്കൾ എല്ലാവരും അവനോട് പോകരുതെന്ന് യാചിച്ചു. എന്നാൽ ആർക്കും അവനെ തടയാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ ഈ ദാനം അവർക്ക് എത്തിക്കുവാൻ എന്തിനാണ് പൗലോസ് തന്റെ ജീവൻ പണയപ്പെടുത്തുന്നത്? അദ്ദേഹത്തിന് മറ്റാരെയെങ്കിലും അയക്കാമായിരുന്നില്ലേ? എന്നാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമായിരുന്നു. യേശുവിന്റെ അനുയായികളുടെ കൊലപാതകങ്ങളിൽ താൻ പങ്കാളിയായിരുന്ന സ്ഥലമായിരുന്നു യെരൂശലേം. ഇപ്പോൾ അവരെ സേവിക്കാൻ അവന് അവസരം ലഭിച്ചിരിക്കുന്നു. യേശു വധിക്കപ്പെട്ടതും ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാജാവിനോടൊപ്പം അവിടെ കഷ്ടത അനുഭവിക്കുന്നത് ഒരു ബഹുമതിയായിരുന്നു. പൗലോസ് യെരൂശലേമിലേക്ക് പോകുന്നു. പ്രതീക്ഷിച്ചതുപോലെ ശത്രുക്കൾ അവനെ പിടികൂടി. ജനങ്ങൾ കൂട്ടം കൂടി അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. എന്നാൽ റോമൻ പട്ടാളക്കാർ അവനെ തടവിലാക്കി അവന്റെ ജീവൻ രക്ഷിക്കുന്നു. പൗലോസ് റോമിനെതിരെ കലാപം ആരംഭിച്ചതായി യഹൂദ നേതാക്കൾ ആരോപിച്ചെങ്കിലും അവർക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അവനെ എന്തു ചെയ്യണമെന്ന് റോമാക്കാർക്കും അറിയില്ലായിരുന്നു. അതെ, പൗലോസ് ഒരു കുറ്റവാളിയല്ലെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ക്രൂശിക്കപ്പെട്ട ഒരു യഹൂദൻ ലോകത്തിന്റെ ഉയർത്തെഴുന്നേറ്റ രാജാവാണെന്ന വാദമാണ് അവനെ എപ്പോഴും കുഴപ്പത്തിലാക്കുന്നത്. റോമിലെ സീസറിന്റെ കോടതിയിൽ തന്റെ കേസ് വിചാരണ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതുവരെ പൗലോസിനെ ഒരു കോടതിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അങ്ങനെ അവർ ആശ്വാസത്തോടെ അവനെ കപ്പലിൽ കയറ്റി അയക്കുന്നു. ഇപ്പോൾ പ്രവൃത്തികളുടെ ഈ ഭാഗത്തുടനീളം എഴുത്തുകാരനായ ലൂക്കോസ് പൗലോസിന്റെ വിചാരണകളെയും തടവ് ജീവിതത്തെയും ചിത്രീകരിച്ചിരിക്കുന്നു. അതിന് യേശുവിന്റെ വിചാരണകളെയും തടവിനെയും കുറിച്ചുള്ള അവന്റെ മുൻ കഥകളോട് സാമ്യമുണ്ട്. ലൂക്കോസ് ഇവിടെ ഒരു പ്രധാന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. യേശുവിന്റെ ആളുകൾ യേശുവിന്റെ പാതയെ പിന്തുടരുമ്പോൾ അവരുടെ കഥകൾ അവന്റെ കഥയായി കാണപ്പെടാൻ തുടങ്ങും. അത് മനോഹരമാണെങ്കിലും വില കൊടുക്കേണ്ടതാണ്. റോമിലേക്കുള്ള യാത്രാമധ്യേ പൗലോസ് സഞ്ചരിച്ചിരുന്ന കപ്പലിൽ ശക്തമായ കൊടുങ്കാറ്റടിച്ചു. എല്ലാവരും ഭയന്നു വിറച്ചു. പൗലോസ് ഒഴികെ. വിചാരണയുടെ തലേ ദിവസം രാത്രി യേശു ചെയ്തതുപോലെ അവൻ താഴത്തെ തട്ടിൽ ഒരു വിരുന്ന് നടത്തുകയാണ്. പൗലോസ് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ഈ കൊടുങ്കാറ്റിലും ദൈവം അവരോടൊപ്പമുണ്ടെന്ന് വാഗ്ദാനം ചെയ്തു. അടുത്ത ദിവസം കപ്പൽ പാറകളിൽ തട്ടി തകരും. പക്ഷേ എല്ലാവരും സുരക്ഷിതരായി കരയിൽ എത്തിച്ചേർന്നു. അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷേ പൗലോസ് ഇപ്പോഴും പ്രശ്നത്തിൽ തന്നെയാണ്. അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോയി വീട്ടുതടങ്കലിൽ പാർപ്പിക്കുന്നു. പക്ഷേ അത് അത്ര പ്രശ്നമായിരുന്നില്ല. അവന്റെ വീട്ടിൽ യഹൂദന്മാരുടെയും യഹൂദേതരരുടെയും സംഘങ്ങളെ സ്വീകരിക്കുവാനും ഉയർത്തെഴുന്നേറ്റ രാജാവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അവരുമായി പങ്കിടാനും അവസരം ഉണ്ടായിരുന്നു. ലോകത്തിന്റെ രാജാവായി ഭരിക്കുന്ന കൈസറിന്റെ അധികാര കേന്ദ്രമായ റോമിൽ ഇതൊരു ധീരമായ നീക്കമാണ്. അതെ, നിങ്ങൾക്ക് യേശുവിന്റെ സമാന്തരമായ വിചിത്ര രാജ്യം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിന്റെ കേന്ദ്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ഒരു തടവുകാരന്റെ കഷ്ടപ്പാടുകളിലൂടെ.
രാജ്യങ്ങൾ തമ്മിലുള്ള ഈ അന്തരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ലൂക്കോസ് തന്റെ കഥ അവസാനിപ്പിക്കുന്നു. ഇതൊരു മികച്ച സാദൃശ്യമാണ്. പക്ഷേ ഈ സന്ദേശം ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെക്കുറിച്ചുള്ളതാണ് ഈ കഥ. അങ്ങനെയെങ്കിൽ അത് തുടരേണ്ടതല്ലേ? തീർച്ചയായും ലൂക്കോസ് ഇവിടെ കഥയെ മനഃപൂർവ്വം അപൂർണതയിൽ നിർത്തിയിരിക്കുന്നു. കാരണം കഥ അവസാനിച്ചിട്ടില്ലെന്നും ഇന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ രാജ്യത്തിൽ അവർക്കും പങ്കെടുക്കാമെന്നും വായനക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു.